ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകമായ പ്രവചന ദൂത്, ദൈവത്തിൻ്റെ ഒരു ആലോചന അറിയിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനെ ആധാരമാക്കി 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവർ കീദോൻ കളത്തിന് സമീപത്തെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ പെട്ടകം പിടിക്കാൻ കൈനീട്ടി. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു. അവൻ തൻ്റെ കൈ പെട്ടകത്തിലേക്ക് നീട്ടിയതുകൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. ഇവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിലേക്ക് കൈ നീട്ടിയ ഒരുവൻ്റെ നേരെ ദൈവം ബാധിക്കുകയും ആ ബാധ കൊണ്ട് അവൻ മരിക്കുകയും ചെയ്ത കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ പെട്ടകം എന്ന് പറയുമ്പോൾ ബൈബിളിലെ ഇത് മോശയ്ക്ക് ദൈവം അരുളി ചെയ്ത കൽപ്പനപ്രകാരം ഉണ്ടാക്കിയ നിയമപ്പെട്ടകമാണ്. ഇത് ഖദിരമരം, സ്വർണം, പൊന്ന് മുതലായവ പൊതിഞ്ഞുണ്ടാക്കിയ കെരൂബുകൾ മുകളിൽ നിൽക്കുന്ന കൃപാസനമെല്ലാം ഉള്ള ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമാണ്. ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, ദൈവത്തിൻ്റെ നിയമങ്ങൾ എഴുതിയ 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ, അതുപോലെ അഹരോൻ്റെ തളിർത്ത വടി, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഇസ്രായേൽ ജനത്തിന് ദൈവം സീനായി മലയിൽ വെച്ച്, സീനായി പർവ്വതത്തിൽ വെച്ച് മോശ മുഖാന്തരം കൊടുത്ത ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അടങ്ങിയ ആ കൽപ്പലകൾ. 2, ദൈവജനത്തോട് മത്സരിച്ച ഇസ്രായേൽ മൂപ്പന്മാരോട്, ഇസ്രായേൽ നേതൃത്വത്തോട് മത്സരിച്ച ഗോത്രങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഗോത്രം, ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാണെന്ന് തെളിയിക്കുവാനായിട്ട് മോശ മുഖാന്തരം ദൈവം പറഞ്ഞത് പ്രകാരം അവിടെ ഒരു ബദാമിൻ്റെ വടി കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും വടി കൊണ്ടുവച്ചു. എന്നാൽ അഹരോൻ്റെ വടി മാത്രം തളിർക്കുകയും അത് പൂവ് ഇട്ട് കായ്ക്കുകയും ചെയ്തിരുന്നു. ആ അഹരോൻ്റെ തളിർത്ത വടി. പിന്നീടൊന്ന് കാണുന്നത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. ഇസ്രായേൽ ജനം കനാൻ ദേശത്ത്, വാഗ്ദത്ത ദേശത്ത് എത്തിയപ്പോൾ അവർ കൃഷിയുടെ വിളവുകൾ കൊണ്ട്, അവരുടെ കൃഷിഫലം കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ മന്ന നിന്നുപോയി. അതുവരെ 40 വർഷം അവർക്ക് മരുഭൂമിയിൽ മന്ന ദൈവം ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ മന്ന നിന്നുപോയി. എന്നാൽ അതിൽ കുറേ എടുത്ത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഈ പെട്ടകത്തിനകത്ത് സൂക്ഷിക്കുവാനായിട്ട് പറഞ്ഞു. ഈ പെട്ടകത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം അവിടെ ഇരുന്നിരുന്നത്. അതിൻ്റെ ഒരു പ്രധാന തെളിവ് എന്ന് പറയുന്നത് ഈ മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം. ഇസ്രായേൽ ജനം ഈ മന്ന എടുക്കുമ്പോൾ ശബ്ബത്ത് നാളിൽ നിങ്ങൾ ആരും മന്ന എടുക്കുവാനായിട്ട് പുറത്തേക്ക് പോകരുത്. തലേ നാളിൽ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള മന്ന എടുത്തു വെക്കുവാനായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ ആരെങ്കിലും അത് എടുക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ശിക്ഷയ്ക്ക് കാരണമായിട്ട് തീരും. അതുപോലെ തന്നെ ഓരോരുത്തരും എത്ര വെച്ച് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുക്കുന്നതിൽ കൂടുതൽ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അത് ക്രമിച്ച് നാറിപ്പോകും. അപ്പോൾ ഇവിടെ ദൈവം കൊടുത്ത ആ മന്ന അത് നിന്നുപോയി. അത് ക്രമിച്ച് നാറിപ്പോകുന്ന മന്നയാണ്. പിറ്റേ ദിവസത്തേക്ക് അത് സൂക്ഷിക്കാനായിട്ട് കൊള്ളുകയില്ല. എന്നാൽ ശബ്ബത്ത് നാളിൽ മാത്രം അവർക്ക് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിക്കാം. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അത് ക്രമിച്ച് നാറിപ്പോകുന്ന ആ മന്ന ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും ഈ നിയമപ്പെട്ടകത്തിനുള്ളിലിരിക്കുമ്പോൾ അത് ക്രമിക്കുന്നില്ല. നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ദൂത് എന്ന് പറയുന്നത്, നാം എത്രത്തോളം ദൈവസന്നിധിയോട് അടുത്തിരിക്കുന്നോ അത്രത്തോളം നാം പുതുക്കപ്പെട്ടിരിക്കും, അത്രത്തോളം നാം ഫ്രഷ് ആയിരിക്കും. അല്ലെങ്കിൽ നാം ഒരു ആത്മീയമായിട്ട് ഒരു മുന്നേറ്റമില്ലാതെ, ഒരു വളർച്ചയില്ലാതെ, ഒരു മുരടിച്ച അവസ്ഥയിൽ നാം ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കൃപാസനത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രമുണ്ട്. അത് ക്രമിച്ച് നാറാതെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രധാന വിഷയം ഇന്നതല്ല. ഇവിടെ നമ്മൾ വായിച്ചത്, ഈ നിയമപ്പെട്ടകം കീദോന്റെ കളത്തിന് സമീപത്തേക്ക് എത്തിയപ്പോൾ ഈ കാള വിരണ്ടു കഴിഞ്ഞപ്പോൾ നിയമപ്പെട്ടകത്തെ പിടിക്കുവാനായിട്ട്, അത് കീഴെ വീണു പോകാതെ പിടിക്കുവാനായിട്ട് ഉസ്സ തൻ്റെ കൈ നിയമപ്പെട്ടകത്തിൻ്റെ നേരെ നീട്ടി. ഉടനെ ദൈവം അവനെ ബാധിക്കുകയും അവനവിടെ മരിക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ നിയമപ്പെട്ടകം എവിടെ നിന്ന് തുടങ്ങി, ഇപ്പോൾ അതിൻ്റെ സ്ഥാനം എവിടെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തിരുവെഴുത്തിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ദൈവം മോശയോട് അരുളിച്ചത് പ്രകാരം മോശ അത് ഉണ്ടാക്കി. അതിനുശേഷം മോശയുടെ സഹോദരനായ അഹരോനെ അത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പുരോഹിതനായിട്ട് നിയമിച്ചു. എന്നാൽ അഹരോൻ്റെ 2 മക്കൾ
അഹരോന്റെ 2 മക്കള് അവിടെ അന്യാഗ്നി കത്തിച്ചു. ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്ത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടത് നിമിത്തം ഈ 2 മക്കളും അവിടെ മരിച്ചുപോയി. അവരുടെ ലേവ്യ 10:1-2 വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. വളരെ ലാഘവത്തോടെ അതിനെ സമീപിച്ച അഹരോന്റെ 2 പുത്രന്മാരായ നാദാബും അബീഹുവും മരിച്ചുപോയി. ശരിക്കും അവർ ഭയന്നുപോയി. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ വളരെ ഭയത്തോടു കൂടി ചെല്ലണം. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് എന്താണോ ശുശ്രൂഷ നൽകിയിരിക്കുന്നത് ആ ശുശ്രൂഷയെ നാം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ദൈവം ഏൽപ്പിക്കാത്ത അന്യാഗ്നി കത്തിക്കുവാനായിട്ട് ഇവിടെ നാദാബും അബീഹൂമും പോയി അവരവിടെ വെച്ച് മരിച്ചുപോയി. ഉടനെ മോശയോട് ദൈവം പറഞ്ഞു, അതിൻ്റെ ലേവ്യർ 16-2 വാക്യത്തിൽ വായിക്കുമ്പോൾ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് എല്ലാ സമയത്തും അതിനടുത്ത് വരരുതെന്ന് നീ പുരോഹിതനായിരിക്കുന്ന അഹരോനോട് പറയണം എന്ന് ദൈവം മോശയോട് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ കൃപാസനത്തിന്മേൽ ദൈവം അവിടെ വെളിപ്പെടുന്നത് കൊണ്ട് എല്ലാ സമയത്തും അതിനടുത്തേക്ക് വരരുത് എന്ന് നീ അഹരോനോട് പറയുവാനായിട്ട് കൽപ്പിച്ചു. ഈ നിയമപ്പെട്ടകത്തിനകത്ത് എന്തെല്ലാം വസ്തുക്കൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു കൂടാരം, അതിന് 3 ഭാഗങ്ങൾ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, അതിനെ മറച്ചിരിക്കുന്ന തിരശീല, ആ തിരശീലയ്ക്കുള്ളിൽ ഉള്ളിൽ നിയമപ്പെട്ടകം, നിയമപ്പെട്ടകത്തിനുള്ളിൽ മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അതുപോലെ തന്നെ അഹരോന്റെ തളിർത്ത വടി, കൽപ്പലകൾ എഴുതിയ ദൈവത്തിൻ്റെ നിയമങ്ങൾ എഴുതിയ കൽപ്പലകൾ, ഇതാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ നിയമപ്പെട്ടകം പോകെ മോശയുടെ കാലഘട്ടം കഴിഞ്ഞു, അഹരോന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ആ നിയമപ്പെട്ടകം ഇരിക്കുന്നത് ഏലി പുരോഹിതന്റെ അടുക്കലാണ്. ആ നിയമപ്പെട്ടകം ഇരിക്കുന്നത് ശീലോവിലാണ്. ആ നിയമപ്പെട്ടകം ഇരിക്കുന്നത് ഇസ്രായേൽ അന്ന് ശമൂവേൽ അവിടെ പ്രവാചകനായിട്ട് ശുശ്രൂഷ ചെയ്യുക. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും ചെന്നിട്ട് അവനൊരു വിശ്വസ്തനായ പ്രവാചകനായിരുന്നു. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ദൈവത്തോട് കരഞ്ഞ് ചോദിച്ച് പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ശമൂവേൽ. ആ ശമൂവേൽ ഇപ്പോൾ അവിടെ പ്രവാചകനായിട്ടിരിക്കുന്നു. അവൻ്റെ ശുശ്രൂഷകൾ എല്ലായിടത്തും ചെല്ലുകയാണ്. അതെല്ലാം ഒന്നുപോലും വിട്ടുപോകാതെ അത് ബ്ലെസ്സിങ് ആയിരുന്നു. ആ സമയത്ത് ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായി. നിയമപ്പെട്ടകം ഇരിക്കുന്നത് ഏലിയുടെ ശീലോവിലാണ്. ഏലി പുരോഹിതനായിരിക്കുന്ന ശീലോവിലാണ്. ഏലിക്ക് സഹായിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ശമൂവേൽ. അവിടെ ഇസ്രായേലും ഫെലിസ്തീനും യുദ്ധമുണ്ടായപ്പോൾ പട പരന്നപ്പോൾ ഇസ്രായേലിൽ ഫെലിസ്തീനോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേര് മരിച്ചുപോയി. അപ്പോൾ നിയമപ്പെട്ടകം ഇപ്പോൾ ഇരിക്കുന്ന ശീലോവിലാണ്. യുദ്ധമുണ്ടായി ഫെലിസ്തീനും ഇസ്രായേലും തമ്മിൽ. ഇസ്രായേലിലെ 4000 പേര് മരിച്ചുപോയി. ഇസ്രായേലിലെ 4000 പേര് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ ഒന്നിച്ചുകൂടി ഇപ്പോൾ നമ്മുടെ ഇടയിൽ യഹോവ നമ്മെ തോൽപ്പിക്കുമാറാക്കി. അതിൻ്റെ കാരണം നിയമപ്പെട്ടകം നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പാളയത്തിലേക്ക് നിയമപ്പെട്ടകം എടുത്തുകൊണ്ടുവരിക എന്ന് അവരൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോശുവയുടെ കാലത്ത് അവർ എരിഹോ പട്ടണം പിടിച്ചെടുക്കുവാനായിട്ട് പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായിട്ട് നടന്നു. അതിനുശേഷം എരിഹോ പട്ടണത്തിന് ചുറ്റും അവർ കറങ്ങി. അതിനുശേഷം ദൈവം പറഞ്ഞ പ്രകാരം അവർ ആർപ്പിട്ടപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. ചില ദിവസങ്ങൾ ചുറ്റി അതിനുശേഷം അവർ ആർപ്പിട്ടപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. അപ്പോൾ ആ ഒരു ഓർമ്മ ഇവരുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് ഇവർ പറഞ്ഞു, ശീലോവിൽ നിന്ന് നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് വരിക. അത് നമ്മുടെ അടുക്കൽ വരുമ്പോൾ തീർച്ചയായിട്ടും ശത്രുവിൻ്റെ മുമ്പിൽ നമുക്ക് ജയം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിയമപ്പെട്ടകം എടുക്കുവാനായിട്ട് അവർ പറഞ്ഞയക്കുകയും അങ്ങനെ ശീലോവിൽ നിന്ന് നിയമപ്പെട്ടകം അത് ഈ പാളയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഈ പാളയത്തിലേക്ക് നിയമപ്പെട്ടകം കൊണ്ടുവരുമ്പോൾ ഏലിയുടെ 2 മക്കളായിരിക്കുന്ന ഫിനെഹാസും അതുപോലെ തന്നെ ഹൊഫ്നിയും, ഇവർ 2 പേരും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവരെക്കുറിച്ച് നാം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ വളരെ മോശമായിട്ട് അവർ ദൈവവേലയിലായിരുന്ന ഏലിയുടെ 2 മക്കളാണ്. 2 പേരും വളരെ മോശമായ ശുശ്രൂഷ അവിടെ ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിന് യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുന്ന യാഗവസ്തു എല്ലാം മുപ്പല്ല് കൊണ്ട് മനഃപൂർവ്വമായിട്ട് എടുത്തുകൊണ്ടുപോയി അവർക്ക് തോന്നുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ വിട്ട് ദൈവവേല ചെയ്തിരുന്ന 2 മക്കളായിരുന്നു ഈ ഏലിയുടെ 2 മക്കളായിരുന്ന ഫിനെഹാസും ഹൊഫ്നിയും. അങ്ങനെ ഇവരും ഇതിൻ്റെ പിന്നാലെ പോയി. അവർ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിച്ചു. അവിടെ പാളയത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങുമാറ് ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു എന്നാണ് പറയുന്നത്. ഭൂമി കുലുങ്ങുമാറ് ഇസ്രായേൽ ഉച്ചത്തിൽ ആർപ്പിട്ടു. അങ്ങനെ ഭൂമി കുലുങ്ങുമാറ് ഉച്ചത്തിൽ ഇസ്രായേൽ ജനം ആർപ്പിട്ടിട്ടും ദൈവത്തിനൊരു കുലുക്കം ഉണ്ടായില്ല. നമ്മൾ വിചാരിക്കുന്നത് ഒരു 2000-ഓ 3000-ഓ ഉള്ള ഒരു കൂട്ടത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ പാട്ടും ആരാധനയും പ്രാർത്ഥനയും എല്ലാം ഉള്ളത് കൊണ്ട് ദൈവം നമ്മളോട് ഒപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്.
നാം വിശുദ്ധിയിലും ദൈവകൃപയിലും മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നമ്മുടെ കൂടെ എത്ര വലിയ ഭൂരിപക്ഷമുണ്ട് എന്ന് വന്നാലും ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അവിടെ പാളയത്തിലേക്ക് ഈ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഭൂമി കുലുങ്ങുന്ന മാതിരി അവരാർപ്പിട്ടു. ഫിലിസ്തീർ ഭയന്നുപോയി, എന്താണ് ഈ ഒച്ച? അങ്ങനെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇസ്രായേലിൻ്റെ ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു. ഈ ദൈവമല്ലേ മിസ്രൈമ്യരെ പലവിധ ബാധകളാലും ഉപദ്രവിച്ച് അവരെ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ വഴിയായിട്ട് നടത്തിക്കൊണ്ടുവന്ന ഈ ദൈവമാണ് ഇപ്പോൾ പെട്ടക രൂപത്തിൽ പാളയത്തിൽ വന്നിരിക്കുന്നതെന്ന് അവർ പറയുകയും അവർ ഭയപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ ഭയപ്പെട്ടാലും അവർ പറഞ്ഞു, നമ്മൾ പുരുഷത്വം കാണിച്ച് മുന്നേറാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഫെലിസ്തീനെ പുരുഷത്വം കാണിച്ച് മുന്നേറി 30,000 ആളുകൾ മരിച്ചുപോയി. അപ്പം നിയമപ്പെട്ടകം കയ്യിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം കൂടെ ഉണ്ടാകണമെന്നില്ല. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുകയും ദൈവത്തോട് സമീപിക്കുമ്പോൾ വിശുദ്ധിയില്ലാതെ സമീപിക്കുകയും ചെയ്താൽ ദൈവം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും, നമ്മുടെ ഭൂരിപക്ഷത്തെ ഒന്നും നോക്കി പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. ഇതിനു മുമ്പുള്ള ചില ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാം ഒരു വലിയ ഭൂരിപക്ഷമായിട്ട് 5,000 പേര്, 10,000 പേര്, 1,00,000 പേര് അടങ്ങുന്ന ഒരു സഭയായിട്ട് നിന്നുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നാം വിചാരിക്കേണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് ക്വാളിറ്റിയുള്ള ഒരു സഭയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുറച്ച് പേരേ ഉള്ളുവെങ്കിലും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ഓരോരുത്തരെക്കുറിച്ചും പറയത്തക്ക നിലയിൽ നാം വിശുദ്ധിയിലും ദൈവകൃപയിലും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും യുദ്ധങ്ങളെ ദൈവം നടത്തുകയും ചെയ്യും. യുദ്ധം നടത്തുന്നത് ദൈവമാണ്. എന്നാൽ നമുക്ക് വിശുദ്ധിയില്ലാതെ ഫിനെഹാസും ഹൊഫ്നിയും എല്ലാം ഈ പെട്ടകത്തിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ തന്നെ ദൈവത്തിന് അതിൽ ഒട്ടും പ്രസാദമില്ല. കാരണം അത്രയ്ക്ക് ദൈവത്തെ കോപിപ്പിച്ച 2 വ്യക്തികളാണ് ഈ ഹൊഫ്നിയും ഫിനെഹാസും. പിന്നെ അവിടെ സംഭവിച്ചെന്താണെന്ന് അറിയാമോ? അവിടെ ഒരു വലിയ സംഹാരമുണ്ടായി. 30,000 ആളുകൾ മരിച്ചു. 30,000 ആളുകൾ മരിച്ചതിൻ്റെ കൂടുതൽ ഏലിയുടെ 2 മക്കളായിരുന്ന ഫിനെഹാസും ഹൊഫ്നിയും മരിച്ചുപോയി. ഫിനെഹാസും ഹൊഫ്നിയും ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നടത്തുമ്പോൾ ഏലി പുരോഹിതൻ അവർക്ക് വാൺ ചെയ്ത് അവരെ തിരുത്തിയില്ല എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അവൻ പറഞ്ഞാലും കേൾക്കില്ല, പക്ഷേ അവൻ അവരെ ശരിയായ നിലയിൽ തിരുത്തുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ശമൂവേൽ പ്രവാചകന് ഈ കാര്യങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫെലിസ്തീർ അവിടെ യുദ്ധത്തിൽ ഇസ്രായേൽ ജനത്തെ തോൽപ്പിച്ചു. 30,000 പേര് മരിച്ചു. 30,000 പേർ മരിച്ചപ്പോൾ ഹൊഫ്നി ഫിനെഹാസും പട്ടുപോയി. വിവരമറിഞ്ഞ ഏലി, അവൻ സ്തൂലിച്ചവനായിരുന്നു, അവൻ ഇരുന്ന ആ ചെയറിൽ നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് അവൻ മരിച്ചു. ഫിനെഹാസിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏലിയുടെ മരുമകളായിരുന്ന ഫിനെഹാസിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഈ വേദനയും ഈ കഷ്ടപ്പാടും, തൻ്റെ അമ്മായിയപ്പൻ്റെ മരണവും തൻ്റെ ഭർത്താവിൻ്റെയും അനുജൻ്റെയും സഹോദരൻ്റെയും മരണവും എല്ലാം കണ്ടപ്പോൾ അവൾക്ക് പ്രസവവേദന ഉണ്ടായി. അവളൊരു മകനെ പ്രസവിച്ചു. ആ മകനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പേരിട്ടു, ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി എന്ന് പറഞ്ഞ് ഈഖാബോദ് എന്ന് അവൾക്ക് പേരിട്ടു. ഇന്ന് അനേക സഭകളിൽ നിന്നും മഹത്വം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക്, ദൈവപക്ഷത്തിലേക്ക് മടങ്ങി വരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സഭ വിട്ട് മഹത്വം പോകും. അവിടെ പെട്ടകം ഉണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിടമുണ്ടായിട്ട് കുറേ ആളുകൾ കൂടി വന്നിട്ടൊന്നും കാര്യമില്ല. ദൈവകൃപ അവിടെ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടണം. അവിടെ പുതുതായിട്ടൊരു മനുഷ്യൻ കടന്നു വന്നു കഴിഞ്ഞാൽ വാസ്തവമായിട്ടും ദൈവം ഇവരുടെ മധ്യേ ഉണ്ട് എന്ന് പറഞ്ഞ് കവിണ്ണ് വീണ് അവൻ്റെ പാപങ്ങളെ പ്രവചിക്കുന്ന പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരിക്കണം. ഇന്നെല്ലാം പഞ്ചസാര വാക്കുകളല്ലേ, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റുകളല്ലേ കൊടുക്കുന്നത്, ലഘുവായിട്ട് ചികിത്സയല്ലേ നടത്തുന്നത്. നീ കടന്നു വാ, നിനക്ക് സൗഖ്യം കിട്ടും. നീ കടന്നു വാ, നിനക്ക് സമാധാനം കിട്ടും. നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. മാനസാന്തരപ്പെടുവാനുള്ള സുവിശേഷം പ്രഖ്യാപിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാർ ഇന്ന് ഇല്ല. സഭകളിൽ പലയിടത്തും ഇല്ല. അവരെ പ്രവചിക്കുന്നുണ്ട്, പക്ഷേ ശരിയായ നിലയിലുള്ള പ്രവചനമല്ല നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഹൊഫ്നിയും ഫിനെഹാസും മരിച്ചുപോയി. ഏലി പുരോഹിതൻ മരിച്ചുപോയി. അവൻ്റെ മരുമകളെ പ്രസവിച്ച ആ മകന് പേരിട്ടു ഈഖാബോദ്, മഹത്വം പോയി എന്ന് പറഞ്ഞ് ഈഖാബോദ് എന്ന് പേരിട്ടു. ഈ ഫെലിസ്തീർ ഇസ്രായേലിനെ തോൽപ്പിച്ചപ്പോൾ അവർ ഒരു കാര്യം കൂടി ചെയ്തു. ഈ പെട്ടകവും അവരെടുത്തുകൊണ്ടുപോയി. അവർ ഇസ്രായേലിനെ തോൽപ്പിച്ച് 30,000 കാലാളുകൾ മരിച്ചു. 30,000 കാലാൾ മരിച്ചതിനോടൊപ്പം ഇസ്രായേലിൽ ഒരു വലിയ തോൽവി സംഭവിച്ചു. ഫെലിസ്തീർ എന്ത് ചെയ്തു? ഈ ദൈവത്തിൻ്റെ നിയമപ്പെട്ടവൻ കൂടെ അവരെടുത്തുകൊണ്ടുപോയി. ഇതിനെക്കുറിച്ച് കുറേ നമുക്ക് പ്രതിപാദിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് പോയാൽ ഇത് കുറച്ച് ഡീപ്പായിട്ട് പോകും, കുറച്ച് വിശാലമായിട്ട് പോകും. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ പെട്ടകം അവരെടുത്തുകൊണ്ടുപോയി. പെട്ടകം അവരെടുത്തുകൊണ്ട് പോയിട്ട് ഇവർക്ക് ഈ പെട്ടകം എവിടെ വെക്കണം എന്നറിയില്ല. ഇവരെന്ത് ചെയ്യുന്നറിയോ? അവരാരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, ദാഗോൻ. ആ ദാഗോൻ്റെ ക്ഷേത്രം വലിയ ക്ഷേത്രമാണ്. ആ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ദാഗോൻ്റെ ബിംബത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഈ പെട്ടകം വെച്ചു. കാരണം ആ ദാഗോന് കൊടുക്കുന്ന വിലയൊന്നും ആ പെട്ടകത്തിന് അവർ കൊടുത്തില്ല. അങ്ങനെ ദാഗോൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഈ പെട്ടകം അവിടെ വെച്ചു. പിറ്റേന്ന് അവർ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ദാഗോൻ മറിഞ്ഞ് വീണ് കവിണ്ണ് വീണ് പെട്ടകത്തിൻ്റെ അടിയിൽ കിടക്കുന്നതാണ്.
പെട്ടകത്തിൻ്റെ അടിയിൽ കുമ്പിട്ടുകൊണ്ട് ദാഗോൻ എന്ന് പറയുന്ന വിഗ്രഹം കിടക്കുന്നതാണ് ഇവർ കണ്ടത്. അപ്പോൾ ഇവർ വിചാരിച്ചു ഇത് യാദൃശ്ചികമായി വല്ല സംഭവിച്ചതായിരിക്കും, എതിർച്ച സംഭവിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് അവർ വീണ്ടും ആ ബിംബം എടുത്ത് പഴയ സ്ഥാനത്ത് തന്നെ അവരാക്കി വെച്ചു. അങ്ങനെ പഴയ സ്ഥാനത്താക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അവർ വീണ്ടും വന്നു. പിറ്റേ ദിവസം അവർ വീണ്ടും വന്ന് നോക്കുമ്പോൾ ഈ പെട്ടകം കൈ വേർപെട്ട് തല വേർപെട്ട് ഉടൽ മാത്രമായിട്ട് ഈ പെട്ടകത്തിന് മുമ്പാകെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ദൈവത്തിൻ്റെ ശക്തി എത്രയാണ്. ജാതികൾക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ ശക്തിയും എന്താണ്. എന്നാൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ദൈവജനത്തിന് ദൈവഭയമില്ലാതെ ഈ നാളുകളിൽ അവർ ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇവിടെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ദാഗോൻ്റെ ആ വിഗ്രഹം ഉടഞ്ഞ് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെയല്ല, ദൈവത്തിൻ്റെ കൈ ഫെലിസ്ത്യർക്ക് ഭാരമായി ഭവിച്ചു. അവർക്ക് മൂലക്കുരു കൊണ്ട് സഹിക്കാൻ പറ്റാത്തതായി. അവിടെ പറയുന്നത് പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി എന്നാണ് പറയുന്നത്. ഫെലിസ്ത്യ പട്ടണം നിലവിളിച്ച് ആകാശത്തിൽ കയറുന്ന രീതിയിൽ അവർ നിലവിളിച്ചു. കാരണം എല്ലാത്തിനെയും മൂലക്കുരു കൊണ്ട് ബാധിച്ചു. മൂലക്കുരു ദൈവജനത്തിനെതിരെ മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്നവർക്കൊക്കെ വരുന്ന ഒരു ബാധയിൽപ്പെട്ട കാര്യമാണ് ഈ മൂലക്കുരു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യവുമില്ലാതെ ഇരിക്കുന്ന ദൈവജനങ്ങൾക്കെതിരെ ആഭിചാരവും മന്ത്രവാദവും ദുർമന്ത്രവാദവും ബില്ലിശൂന്യവും സൈവനും എല്ലാം ചെയ്യുന്നവർക്കെല്ലാം ഇതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കും. അവരുടെ നിലവിളി ആകാശത്തിൽ കയറുന്ന രീതിയിൽ ദൈവം അവരെ കൈകാര്യം ചെയ്യും. ഇവിടെ പെട്ടകം അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവരുടെ നിലവിളി ആകാശത്തിൽ കയറി അവർക്ക് മൂലക്കുരു ബാധിച്ചു. അവർ മറ്റേ അതിൻ്റെ ആളുകളെല്ലാം കൂട്ടിവരുത്തി, മന്ത്രവാദികളെല്ലാം കൂട്ടിവരുത്തി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ ദൈവത്തിൻ്റെ കൈ നമുക്ക് വിരോധമായിട്ടിരിക്കുന്നു, ഈ പെട്ടകം മൂലം നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു, നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു ഇതിനൊരു പ്രായശ്ചിത്തമെല്ലാം കഴിക്കണം, ഈ മൂലക്കുരു കൊണ്ട് പൊന്നുകൊണ്ടുള്ള ശൈലി ഉണ്ടാക്കുക, കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുക, അങ്ങനെ ഇതിനെ പറഞ്ഞയക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലക്കുരുവും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ ദൈവത്തിൻ്റെ കൈകൊണ്ട് തന്നെയാണോ എന്നറിയാനായിട്ട് ഇവർ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി. അതുപോലെ തന്നെ 2 പശുക്കിടാങ്ങൾ, ആ പശുക്കിടാങ്ങൾ പുതുതായിട്ട് മറ്റേ പ്രസവിച്ച പാല് കറന്നുകൊണ്ടിരിക്കുന്ന 2 പശുവിൻ്റെ മേലെ ഈ വണ്ടി വെച്ചു. ആ വണ്ടി കെട്ടിയതിന് ശേഷം ഇവരതിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഈ കിടാങ്ങൾ പോകാതെ ഈ പശുക്കൾ ഓടുകയാണ്. സാധാരണ ഗതിയിൽ അങ്ങനെ പശുക്കൾ പോകുകയില്ല. എന്നാൽ ഈ പശുക്കൾ സ്വമേധയാ മുന്നോട്ട് പോയി ഇന്ന വഴിയായിട്ടാണ് അവർ പോകുന്നതെങ്കിൽ ഇത് ഈ ദൈവത്തിൻ്റെ കൈ കൊണ്ടുണ്ടായതാണെന്ന് നമുക്കറിയാമെന്ന് ഇവർ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഈ പശുക്കുട്ടികളൊന്നും പിന്നാലെ പോയില്ല. പശുക്കുട്ടികൾ ഉള്ളതുകൊണ്ട് ഈ പശു മുന്നോട്ട് പോകാതെ ഇരുന്നില്ല. പശു പെട്ടകവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പശുക്കളുമായിട്ട് പെട്ടകം ചെന്നപ്പോൾ അവിടെ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ, ബേത്ത്ശേമരുടെ അടുക്കൽ ഈ പെട്ടകം അവർ കണ്ടു. ഈ പെട്ടകം വരുന്നത് ഈ കാളവണ്ടിയിൽ, ഈ പശുവിൻ്റെ വണ്ടിയിൽ പെട്ടകവുമായിട്ട് പെട്ടകം കൊണ്ടുവരുന്നത് ആ കൂടെയൊന്നുമില്ല, പെട്ടകം വരുന്നത് അവർ കണ്ടു. അങ്ങനെ അവിടെ വന്നപ്പോൾ ഈ പെട്ടകം നിർത്തി. അവർ ഉടനെ തന്നെ ഈ പെട്ടകത്തിലേക്ക് നോക്കി. ഈ പെട്ടകത്തിലേക്ക് ഇതെന്താണെന്ന് കാണുവാനായിട്ടുള്ള ആകാംക്ഷ കൊണ്ട് അവരെ പെട്ടകത്തിലേക്ക് നോക്കി. 50,070 പേര് അവിടെ മരിച്ചു വീണു. ഈ ദൈവത്തിൻ്റെ മുമ്പാകെ സാധാരണ നിൽക്കാനായിട്ട് പറ്റില്ല. ഇതിന് വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകളില്ലാതെ ഈ പെട്ടകം ഏലി പുരോഹിതൻ കൊടുത്തുവിടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് വ്യവസ്ഥകളില്ലാതെ എടുത്തുകൊണ്ടുപോയി. അത് മുഖാന്തരം 30,000 പേർ അവിടെ മരിച്ചു. ഇപ്പോൾ അത് ഫെലിസ്ത്യർ കൊണ്ടുപോയി. അവരുടെ മേൽ ദൈവത്തിൻ്റെ കൈ ഭാരമായിരുന്നു. ഇപ്പോൾ അത് തിരികെ അവർ പറഞ്ഞു വിടുകയാണ്. ഈ ഭാരം ഇത് ഭയങ്കര പ്രശ്നമായിരിക്കുന്നു. അവരുടെ നിലവിളി ആകാശത്തെത്തുവാൻ തക്കവണിടയായിട്ട് തീർന്നു. അവർ എവിടുന്നെങ്കിലും ഇതിനെ ഒഴിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് 2 പശുക്കളുടെ കെട്ടിയ ഒരു വണ്ടിയിൽ ഈ പെട്ടകം കൊടുത്ത് വിടുകയാണ്. അങ്ങനെ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബേത്ത്ശേമർ ഇതിനെ വന്ന് നോക്കി. വരുന്നവർ മുഴുവൻ ഈ പെട്ടകത്തെ നോക്കുകയാണ്. അവിടെ 50,070 ആളുകൾ മരിച്ചു. അഹരോൻ്റെ 2 മക്കൾ അന്യാഗ്നി കത്തിച്ചപ്പോൾ മരിച്ചു പോയതാണ്. ഇവർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു. എന്നിട്ട് ഈ നിയമപ്പെട്ടകത്തെ അലക്ഷ്യമാക്കിക്കൊണ്ട് അവർ അതിലേക്ക് നോക്കിയപ്പോൾ 50,070 പേർ മരിച്ചു. ഉടനെ തന്നെ ഇവരാകെ ഭയന്നുപോയി. അങ്ങനെ ഈ പെട്ടകം എടുത്ത് കുന്നിന്മേലുള്ള അമീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഏകദേശം 20 വർഷത്തോളം ഈ പെട്ടകം പിന്നെ അവിടെ ഇരിക്കുകയാണ്. അമീനാദാബിൻ്റെ വീട്ടിൽ ഈ പെട്ടകം 20 വർഷത്തോളം അവിടെ ഇരിക്കുകയാണ്. 20 വർഷം കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് ഏകദേശം 30,000 ആളുകളെ കൂട്ടിയിട്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം അവിടെ ഇരിക്കുകയാണ്, നമുക്കത് ശരിയായ നിലയിൽ എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് അവർ ആ പെട്ടകം എടുത്തുകൊണ്ട് വരാനുള്ള തയ്യാറെടുപ്പുണ്ടായി. അങ്ങനെ ദാവീദ് പണിത ആ കൂടാരത്തിനുള്ളിൽ ഈ പെട്ടകം വയ്ക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ പെട്ടകം എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഈ പെട്ടകം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നാഖോൻ്റെ കളത്തിൽ എത്തിയപ്പോൾ, ഈ നാഖോൻ്റെ കളം തന്നെയാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചതായിട്ടുള്ള അവിടെ പറഞ്ഞിരിക്കുന്ന കീദോൻ കളം എന്ന് പറയുന്നത്. നാഖോൻ്റെ കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടു. അപ്പോൾ ഈ പെട്ടകം തെളിച്ചു കൊണ്ടുവരുന്നത് അമീനാദാബിൻ്റെ മക്കളായിട്ടുള്ള ഉസ്സയും അവൻ്റെ വേറൊരു മകനും അഹ്യവും കൂടിയാണ് ഈ വണ്ടി തെളിച്ചു കൊണ്ടുവരുന്നത്.
അങ്ങനെ വണ്ടി തെളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ മറ്റേ കളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നാഖോൻ്റെ കളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കാള വിരണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഉസ്സയ്ക്ക് തോന്നി പെട്ടകം ഇപ്പം താഴെ പോകും. അപ്പോൾ അവനെന്ത് ചെയ്തു? കൈ നീട്ടി ദൈവത്തെ സഹായിക്കാൻ ശ്രമിച്ചു, കൈ നീട്ടി ദൈവത്തെ താങ്ങുവാൻ ശ്രമിച്ചു. നിന്റെ സഹായം വേണോ ദൈവത്തിന് നിൽക്കുവാൻ? ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ദാഗോൻ്റെ വിഗ്രഹത്തെ എടുത്ത് താഴെയിട്ട ദൈവം, ഫെലിസ്തീനെ നിലവിളി ആകാശത്ത് കയറ്റുമാറാക്കിയ ദൈവം, അവന് നിന്റെ സപ്പോർട്ട് വേണമോ? അവർ കൈനീട്ടി ഉസ്സ കൈനീട്ടി പെട്ടകത്തെ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു. ദൈവം അവൻ്റെ അഭിമേകം നിമിത്തം അവനെ കൊന്നു. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ള പ്രവചന ദൂത്. നാം ചില സഭകളിൽ നിന്ന് പോകുമ്പോൾ, ചില സഭകളിലായിരിക്കുന്ന സമയത്ത് സഭകളിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് വിചാരിക്കാം. പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ രണ്ട് പക്ഷം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഈ സമയത്ത് അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വരാത്ത ആൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാത്ത ഒരാൾ, ദൈവിക സഭയിലെ ഒരു ശുശ്രൂഷയും ചെയ്യാത്ത ചില ആളുകൾ ആ സഭയിലുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പ്രശ്നം സഭയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവരെ കയറി സഭയെ അങ്ങോട്ട് പിടിക്കും. പിന്നെ ഇവരാണ് അവിടുത്തെ കൺട്രോളെല്ലാം. ബാക്കിയുള്ളവരെല്ലാം, ദൈവകൃപയുള്ളവരെല്ലാം പുറത്താക്കിക്കൊണ്ട് ദൈവകൃപയില്ലാത്ത ഇവർ കയറി സഭയെ അങ്ങ് കൺട്രോൾ ചെയ്ത് കൈയടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദൈവവചനത്തിൻ്റെ വ്യാപ്തിയും ഇതിൻ്റെ ശക്തിയും ബലവും തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇവർ കയറി ഇത് പിടിക്കുന്നത്. നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ദൈവസഭയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നീ ദൈവത്തെ സഹായിക്കാനായിട്ട് ദൈവത്തെ കയറി പിടിക്കാൻ നോക്കില്ലേ. സഭയിൽ പ്രശ്നമുണ്ടാകുന്നത് ദൈവം അറിയാതല്ല. ചില ഭിന്നതകളൊക്കെ ഉണ്ടാകുന്നത് കൊള്ളാകുന്നവർ തെളിവാകാൻ വേണ്ടിയിട്ടാണ്. സഭയിൽ ആരാണ് കൊള്ളാകുന്നവനെന്ന് തെളിയുന്നത് ചില പ്രശ്നങ്ങൾ, ഭിന്നതകളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ആ സമയത്ത് നീ സഭയെ കയറി പിടിക്കാൻ ശ്രമിച്ചാൽ, ഒരു ദൈവകൃപയും ഇല്ലാത്ത നീ, രാഷ്ട്രീയം കളിച്ച് നീ ലോകത്ത് വലിയ ആളായിട്ട് നടക്കുന്ന നീ സഭയിൽ കയറി വന്ന് നീ ദൈവത്തെ സഹായിക്കുവാനായിട്ട് എന്ന വണ്ണം നീ കയറി സഭയിൽ വലിയ ആളാകാൻ നിന്നു കഴിഞ്ഞാൽ അത് ഉസ്സയ്ക്ക് സംഭവിച്ച മരണം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നീ ഇപ്പോൾ ശാരീരികമായിട്ട് മരിച്ചില്ല എന്ന് വന്നേക്കാം, പക്ഷെ ആത്മീകമായിട്ട് നീ മരിച്ചു പോകും. ദൈവകൃപയില്ലാതെ ദൈവസഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കയറി പിടിക്കുവാൻ ശ്രമിക്കുന്ന അനേക ദൈവമക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്കുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ഇന്ന് ഈ വചനം പ്രസ്താവിക്കപ്പെടുന്നത്. ഇതൊരു പ്രവചന ദൂതാണ്. ദൈവസഭയിൽ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. നമുക്കവിടെ ആ സഭയിലെ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ടെങ്കിൽ നാം അവിടുന്ന് മാറിപ്പോകണം. നാം അവിടെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യം, സത്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. എന്നാൽ നാം സഭയെ കലക്കുവാൻ തക്കവണ്ണം അവിടെ നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. നാം അവിടുന്ന് മാറിപ്പോകണം. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. നാം സഭയെ കയറിപ്പിടിച്ച്, ദൈവകൃപയില്ലാത്തവരുടെ കാര്യം പറയുന്നത്, ദൈവകൃപയുള്ള ദൈവം ആക്കി വെച്ചിരിക്കുന്ന മൂപ്പന്മാരെ കുറിച്ച്, ശുശ്രൂഷകന്മാരെ കുറിച്ചല്ല ഞാനിത് പറയുന്നത്. എന്നാൽ ദൈവകൃപയില്ലാത്ത ചില ആളുകൾ കയറി സഭയെ പിടിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ഒരു താക്കീതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് ദാവീദ് പെട്ടകം ഇനി എങ്ങനെ കൊണ്ടുവരും എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു. അന്ന് ആ പെട്ടകം വീണ്ടും എടുത്ത് അത് ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ഈ പെട്ടകം അമിനദാബിൻ്റെ വീട്ടിൽ 20 വർഷം ഇരുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് ദാവീദ് വരാൻ ശ്രമിച്ചു. ഇപ്പോൾ അത് ഓബേദ് ഏദോമിൻ്റെ വീട്ടിലേക്ക് അത് വീണ്ടും വെച്ചു. അതിനുശേഷം 3 മാസം അവിടെ ഇരുന്നു. ഈ 3 മാസം കൊണ്ട് ഓബേദ് ഏദോമിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ദൈവം പോകുന്ന വഴിയിലെല്ലാം നല്ലവരെയും ആകാത്തവരെയും ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ പെട്ടകം ഇരുന്ന ഓബേദ് ഏദോമിനെ ദൈവം അനുഗ്രഹിച്ചു. ഈ വാർത്തയെല്ലാം ദാവീദ് അറിഞ്ഞപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഈ പെട്ടകം എടുത്തുകൊണ്ട് വരുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് അവിടുന്ന് പുറപ്പെട്ട് അതിൻ്റെ ശരിയായ നിലയിൽ ആ പെട്ടകം എടുത്തുകൊണ്ട് വന്ന് ദാവീദ് അതിനെ ആക്കി വെച്ചിരിക്കുന്ന കൂടാരത്തിൽ ആ പെട്ടകം വയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം പണിതു. യെരുശലേം ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തേക്കും വേർതിരിക്കുന്ന ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. അത് 4 ഇഞ്ച് കനമുള്ള വലിയ ഒരു കർട്ടൻ തുണിയിട്ടാണ് അതിനെ വേർതിരിച്ചിരുന്നത്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവൻ ആടിൻ്റെയും പശുക്കിടാവിൻ്റെയും രക്തം എടുത്തുകൊണ്ട് തനിക്കും തൻ്റെ ജനത്തിനും വേണ്ടിയിട്ട് അവൻ ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. നമ്മൾ ഇന്ന് യാക്കോബായ സഭയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കാണാം. കർട്ടനിട്ട് മറിച്ച ഒരു ഭാഗം, കർട്ടൻ്റെ ഉള്ളിലൊരു ഭാഗം, കർട്ടൻ്റെ പുറത്തൊരു ഭാഗം, പള്ളിയുടെ പുറത്തൊരു ഭാഗം. അപ്പോൾ ഇവിടെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് എന്നും പുരോഹിതന്മാർ നിത്യം അവിടെ ശുശ്രൂഷകൾ ചെയ്തു വന്നു. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാ വർഷവും പോകുവാനായിട്ട് കഴിയുകയില്ല. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പോകുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ യെരുശലേം ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ, അത് തൻ്റെ പാപത്തിനും കൂടി വേണ്ടിയിട്ടാണ് അവൻ അവിടെ പ്രവേശിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന്
എന്താ പറയുന്നത്, ചില സഭകളിലെല്ലാം ചില പുരോഹിതന്മാരെ അവർ പാപമോചനം അവിടെ കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പാപമോചനം കൊടുക്കാൻ ആർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അത് ദൈവം മാത്രമാണ് പാപത്തെ മോചിപ്പിക്കുന്ന ആൾ. വേറെ ഒരു പുരോഹിതന് അതിന് അധികാരം കൊടുത്തില്ല. ഇവിടെ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് അവൻ ഭയത്തോടു കൂടിയാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. കാരണം അവൻ അവിടെ മരിച്ചു വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ അവൻ അവിടെ മരിച്ചു വീഴും. ഇനി മരിച്ചു വീണാൽ അതിനകത്ത് പോയി ആരെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് വായിച്ചു കേട്ടിട്ടുള്ളത്, ഒരു ചങ്ങല അവൻ്റെ കാലിൽ കെട്ടി താഴെ കെട്ടിരിക്കും. അവൻ അവിടെ സമയം കഴിഞ്ഞിട്ട് മഹാപുരോഹിതൻ പുറത്തേക്ക് വന്നില്ല എങ്കിൽ അവനെ വലിച്ചെടുക്കേണ്ടതിനായിട്ട് ഒരു ചങ്ങല അവൻ്റെ കാലിൽ കിട്ടിയിരിക്കുമെന്നാണ് ചില പുസ്തകങ്ങളെല്ലാം വായിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അത് അതിഭയങ്കരമായ ദൈവത്തിൻ്റെ പ്രസൻസ് വഹിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്ന, ദൈവത്തിൻ്റെ ശഖേന വസിക്കുന്ന ഇടമാണ് അതിപരിശുദ്ധ സ്ഥലം. അവിടെ യെരുശലേം ദേവാലയത്തിലേക്ക് ശലോമോൻ രാജാവായിരുന്നപ്പോൾ അതങ്ങോട്ട് മാറ്റി അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥാനത്ത് വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് പല രാജാക്കന്മാർ മാറി മാറി വന്നു. അങ്ങനെ യെഹോയാക്കീമിൻ്റെ കാലത്തും സിദ്ദേക്കിയാവിൻ്റെ കാലത്തും ബാബേൽ രാജ്യത്തു നിന്ന് അവർ വന്ന് യെരുശലേം പിടിക്കപ്പെടുകയും യെരുശലേം തകർത്ത് കളയുകയും ഈ പെട്ടകം അവിടെയുള്ള ഈ ദൈവാലയം വക എല്ലാ ഉപകരണങ്ങളും അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ പെട്ടകം എവിടെയാണെന്ന് ഇന്ന് ആർക്കും അറിയില്ല. എന്തായാലും ബാബേൽ രാജാക്കന്മാരുടെ കയ്യിൽ അതില്ല എന്ന് തോന്നുന്നു. ഇത് എവിടെയാണ് ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇന്ന് ആ പെട്ടകത്തെക്കുറിച്ച് യാതൊരുവിധ അറിവും ആർക്കും ഇല്ല. അത് ഒരു മറച്ചു വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പാസ്റ്റർ എം എ വർഗീസ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ എം എ വർഗീസ് ദേവദാസൻ ഒരു ക്ലാസ് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഏതോ പുരാവസ്തു ഗവേഷകർ അവർ കുഴിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കല്ലിൻ്റെ അടിയിൽ, ഒരു വലിയ പാറക്കൂട്ടത്തിൻ്റെ അടിയിൽ ഈ പെട്ടകം ഇരുന്നുവെന്നും അവിടെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അതിൻ്റെ ആ കീഴെയുള്ള പാറയുടെ അടിയിലായിരുന്നു അതെന്നും അവിടെ ആ യേശുക്രിസ്തുവിൻ്റെ രക്തം വീണ് ആ പെട്ടകത്തിലേക്ക് വീണു എന്നല്ല ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കുക, നോക്കുക. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാൻ ഞാൻ ആളല്ല. എന്തായാലും ഇന്ന് ആ പെട്ടകം ഇവിടെ ഇല്ല. കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരി ക്രൂശിൽ യാഗമരണം അനുഭവിച്ചപ്പോൾ അവിടെ നാം വായിക്കുന്നത്, യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി നമുക്ക് പുതിയ ഒരു വഴി തുറന്നു. യെരുശലേം ദേവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായിട്ട് ചീന്തപ്പെട്ടു. അവിടെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രം വർഷത്തിലൊരിക്കൽ കടന്നു ചെല്ലാമായിരുന്ന ഇടത്തേക്ക് ഇന്ന് നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും എന്നുള്ള നിലയിൽ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിനകത്തേക്ക് അടുത്തേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മോട് അടുത്ത് വന്നിരിക്കുകയാണ്. അന്ന് ദൈവത്തോട് അടുക്കുന്നതിന് വലിയ പരിമിതികളുണ്ടായിരുന്നു, വലിയ പരിധികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ യേശുക്രിസ്തു ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പുതിയ വഴി യേശുക്രിസ്തു നമുക്കായിട്ട് തുറന്നിരിക്കുകയാണ്. അവൻ ക്രൂശിന്മേൽ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ആരംഭിച്ച്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ വിട്ട ആ സമയത്ത് അവിടെ കുറേ സംഭവങ്ങൾ നടന്നു. അവിടെ അവൻ യെരുശലേം ദേവാലയത്തിൻ്റെ തിരശീല രണ്ടായിട്ട് തുറന്ന് കീറി അതിനകത്തേക്ക് ഒരു പുതിയ വഴി നമുക്കായിട്ട് തുറന്നു. ഇന്ന് നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് എപ്പോഴും കടന്നില്ല. കാരണം നമുക്ക് വേണ്ടി മുൻകൂട്ടി പ്രവേശിച്ച ഒരു പുരോഹിതനുണ്ട്. അവൻ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ടല്ല അങ്ങോട്ട് പോയിരിക്കുന്നത്. അവൻ തൻ്റെ സ്വന്തം രക്തം കൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനത്തിനുള്ള ഒരു അനുമതി വാങ്ങിത്തന്ന് നമ്മെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്കിന്ന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. അന്ന് ഭയത്തോടെ മഹാപുരോഹിതൻ പോയിരുന്ന ആ ഇടത്തേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് അബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് അടുത്ത് വന്നിരിക്കുന്നു. എത്ര ആശ്ചര്യകരമായ കാര്യം! ദൈവം നമ്മോട് എത്ര കരുണ കാണിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് എത്ര വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ സഭയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു ദൈവമകനായിട്ട്, ദൈവമകളായിട്ട്, ഒരു ദൈവദാസനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നീ മറന്നു പോകലേ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തോട് അടുത്തില്ലുവാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. നാം സഭയെ കയറി പിടിക്കേണ്ട, സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവത്തിനറിയാം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കുവാൻ ദൈവത്തിനറിയാം. ദൈവം അല്ലെങ്കിൽ പുതിയ വഴികളെ തുറക്കും. ചിലരെ പുതുതായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കും. ഭിന്നത ഉണ്ടാകുന്നു. പൗലോസ് പറയുന്നത് ഭിന്നത ഉണ്ടാകണം. ചിലയിടത്ത് ഭിന്നത ഉണ്ടായാലാണ് കൊള്ളാകുന്നവർ തെളിഞ്ഞു വരികയുള്ളൂ. അതിനുവേണ്ടി ഭിന്നതകളും ഉണ്ടാകേണ്ടത് ആവശ്യമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. അന്ന് പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് അവർ ഭയത്തോടു കൂടി പ്രവേശിച്ചിരുന്ന ഇടത്തേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജീവനുള്ള ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണ്. നമ്മുടെ വഴി എന്ന് പറയുന്നത് ജീവനുള്ള വഴിയാണ്. നമുക്കറിയാലോ, റോഡിന് വല്ല ജീവനുണ്ടോ? എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വഴിക്ക് ജീവനുള്ള വഴിയാണ്. അതിലൂടെ നമുക്ക് പ്രവേശിക്കുക. ആ ജീവനുള്ള വഴിയിലൂടെ പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം ദൈവം നമുക്ക് കൃപയും അനുഗ്രഹങ്ങളും
നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവചന ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ദൈവസഭയെ കയറി പിടിക്കല്ലേ. അവിടെ പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരട്ടെ. എന്ന കൃപാസനത്തിനടുത്തേക്ക് ചെന്ന് ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ കഴുകി അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം നമുക്ക് നിർമ്മല മനസ്സാക്ഷിയോടുകൂടി അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.